നമ്മളെല്ലാവരും അക്യുപങ്ചറിനെ കുറിച്ച് വളരെ അഗാധമായിട്ടുള്ള ഒരു ഡീപ്പ് ഒരു ഏൻഷ്യന്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളെ ഇന്ത്യയിലും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലും ഈ സിസ്റ്റം മുൻപ് ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മള് യൂഷ്വലി നമുക്ക് അന്ന് എഴുത്തുകുത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ? അച്ചടി ബുക്കുകളോ അല്ലെങ്കിൽ നമുക്ക് ലിഖിതങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾക്ക് ചില സയൻസ്, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓരോ രേഖാചിത്രങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു മൈക്രോകോസമാണ്. സാധാരണമായിട്ടുള്ള ശിലാലിഖിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ആരാധനകളിലൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള രേഖകളുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരും കേട്ട് കാണും ഇടയ്ക്ക. ഇടയ്ക്ക മീൻസ് ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഹെവൻ, ഹ്യൂമൻ, എർത്ത്. അതുപോലെ അതിന്റെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മൾ ഹെവന്റെയും എർത്തിന്റെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ എന്ന് പറയുന്നത് മനുഷ്യൻ. അതുപോലെ ഇടയ്ക്ക എന്ന് പറയുന്ന ഒരു വാദ്യ ഉപകരണമുണ്ട്. അത് ഇടയ്ക്ക മീൻസ് ഇൻ ബിറ്റ്വീൻ എന്നാണ്. ഇടയ്ക്ക്, രണ്ടിന്റെ ഇടയ്ക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇതിനെ നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അക്യുപങ്ചറിന്റെ ഉത്ഭവം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻയ, അതുപോലെ 4 ഫെനോമിനൻസ്, ഗ്രേറ്റർ യാങ്, ഗ്രേറ്റർ മീൻ, ലെസർ യാങ്, ഗ്രേറ്റർ യാങ് ഒക്കെ. അപ്പൊ നമ്മളൊരു ഇടയ്ക്ക എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ഡംബൽ ഷേപ്പ്, അല്ലെ? ഒരു ഇൻഫിനിറ്റ് പോലെയാണ് കാണുന്നത്. അത് പൂർണ്ണമായിട്ടുള്ള ഒരു ഡിവൈൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് പറയുന്നത്. ഏതൊരു ഭാഷ എടുക്കുന്നുണ്ടെങ്കിലും ആ ഭാഷയിലുള്ള എല്ലാ അക്ഷരങ്ങളും ഇതിൽ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അത് ഒരു സപ്തസ്വരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഞ്ച വാദ്യത്തില്, അത് പഞ്ച എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 5 എലിമെന്റ്സിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനെ അതിൽ ഒരു വാദ്യം ഇൻസ്ട്രുമെന്റ് ആണിത്. അപ്പൊ ഈ ഇടയ്ക്ക് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിന് 2 സൈഡിലുണ്ട്, 2 സൈഡുകൾ. ഓക്കെ, ഇറ്റ്സ് എ ഡംബൽ ഷേപ്പ്. അതിലെ 2 സ്ഥലങ്ങൾ, അതിനൊന്ന് പുരുഷനും ഒന്ന് സ്ത്രീയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. അതിനെ സൂര്യനും ചന്ദ്രനുമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഹെവൻ ആൻഡ് എർത്ത് ആയിട്ടും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ നമ്മൾ കുട്ടി എന്നാണ് പറയുന്നത്, 2 സ്ത്രീയും പുരുഷനെ. അപ്പൊ നമ്മൾ അതിൽ എടുത്തു നോക്കുമ്പോൾ, ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിന്റെ ഉള്ളിലെ സ്ട്രിങ്സ് ഉണ്ടല്ലോ, ഒരു സൈഡില് അത് സ്ത്രീയാണോ അല്ലെങ്കിൽ പുരുഷനാണോ, അതിന് ഇൻ ആൻഡ് യാങ്ങില് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 6 മെറിഡിയൻസ്, 6 ഇൻ മെറിഡിയൻസ് ആൻഡ് 6 യാങ് മെറിഡിയൻസ്. അപ്പൊ ഇതിന്റെ സ്ട്രിങ്സ് 6 എണ്ണമാണ്. ഈ 6 എണ്ണത്തിനെ നമ്മൾ സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ ഞാത്തിയിടുന്ന ഒരു ഇതുണ്ട്. നമ്മൾ തോളിൽ കൂടെ ലെഫ്റ്റ് സൈഡിലാണ് അത് തൂക്കിയിടുക. അപ്പൊ ഈ തൂക്കിയിടുന്നതിന് നമുക്ക് റെൻ മെറിഡിയൻ, ജീവി മെറിഡിയനായിട്ട് സങ്കല്പിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ വരുന്ന 4 കോലുകളുണ്ട്, അതിനെ ജീവക്കോലുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അതിനെ 4 ഫെനോമിനൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. ആ 6 സ്ട്രിങ്സിനെ നമുക്ക് 6 ഇൻ മെറിഡിയൻസ് ആൻഡ് 6 യാങ് മെറിഡിയൻസ് ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓരോ ഇതുകൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ബൈച്ചിങ്ങിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ, അതുപോലെ ഈ കുട്ടികൾ 4 കുട്ടികളില് നമ്മൾ 64 പൊടിപ്പുകൾ എന്ന് പറഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ബോളുകൾ കാണാൻ പറ്റും. അതാണ് നമ്മുടെ 64. നമ്മൾ കേട്ടിട്ടില്ലേ 8 ഇഞ്ചാണ് അതിൻ്റെ ഇത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഹെക്സഗ്രാംസ്. അപ്പൊ 64 ഹെക്സഗ്രാംസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ബോളുകൾ, കളർഫുൾ ആയിട്ടുള്ള ബോളുകൾ നമ്മൾ ഇടയ്ക്കയിൽ ഞാത്തി എഴുതുമ്പോൾ 64 ബോൾസ് ആണത്. അപ്പൊ ഈ 64 കലകളായിട്ടാണ് സംഗീതത്തിൽ പറയുന്നത്. നമ്മൾക്ക് അതിന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളുടെ ഈ അഷ്ടഭുജങ്ങള് നമ്മള് ബാഹുവായിട്ട് പറയുന്നു. ഈ ബാഹുകളിൽ വരുന്ന 3 ട്രയഗ്രംസ് വെച്ചിട്ട് നമ്മൾ 64 ആക്കി മാറ്റുമ്പോൾ അതിനെ 64 പൊടിപ്പുകളാക്കി മാറ്റുന്നു. അതാണ് ലോകത്തിന്റെ മുഴുവനും ഇന്റർപ്രിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇത് വളരെ പവിത്രമായിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മളിത് നമ്മുടെ തലമുറകളിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഇവരിങ്ങനെ ഈ സംഗീതത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നതാണ്, ഇതിന്റെ സംഗീതത്തിലെ ഇന്ന ഭാഗങ്ങളാണ്, ഇന്നത് ഡിപ്പിക്ട് ചെയ്തിരിക്കുന്നു അതിനെ. അപ്പൊ അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കണക്ട് ചെയ്തത് നമ്മുടെ അക്യുപങ്ക്ചറുമായിട്ടാണ്. നമ്മുടെ ഉത്ഭവം മുതല് നമ്മുടെ ഈ പ്രകൃതിയെ, യൂണിവേഴ്സിനെ മുഴുവനായിട്ട് നമ്മൾ അതിലെ ഒരു ചെറിയൊരു ഇൻസ്ട്രുമെന്റ് അതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഓരോ പുരാതനമായിട്ടുള്ള ഓരോ അറിവുകൾ, അല്ലെങ്കിൽ ഓരോ സിംബൽസ്, അല്ലെങ്കിൽ ഓരോ ശിലാലിഖിതങ്ങളിലുള്ള മാർക്കുകളൊക്കെ നമ്മൾക്ക് നമ്മുടെ പൂർവികര് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു സിദ്ധിയാണ്. ഇത് ഏറ്റവും ആദ്യം ഭൂമി ഉത്ഭവിച്ച കാലം മുതലേ ഈ സാധനം ഡക്ക എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഇടയ്ക്ക വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്ന മനുഷ്യനെയാണ് അത് ഡിപ്പിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങള് ഓൾറെഡി നമ്മൾക്ക് ഇവരെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതായിട്ട് ഇപ്പോഴും ആൾക്കാർ സോപാന സംഗീതത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അക്യുപങ്ക്ചറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു ഇന്റർപ്രിറ്റ്. ഇത് എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധ്യമാണ്. അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി.